മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി. ചക്കര വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നതും മാധുര്യമുള്ളതുമായ ഭോജന വസ്തുവാണ് ശർക്കര. കരിമ്പ് നീര് വറ്റിച്ചാണ് ശർക്കര ഉണ്ടാക്കുന്നത്. പന, തെങ്ങ് എന്നീ വൃക്ഷങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നീര എന്ന ദ്രാവകം കുറുക്കിയും ശർക്കര ഉണ്ടാക്കാറുണ്ട്. ശർക്കരയുടെ വാമൊഴി ഭേദമാണ് ചക്കര. മധുരകേന്ദ്രിത ഭക്ഷണ മേഖലയിൽ നിന്നും ഭാഷയിലെ മധുരകേന്ദ്രിത ഇടങ്ങളിലേക്ക് ചേക്കേറിയ പദങ്ങളിലൊന്നാണ് ചക്കര. സ്നേഹോഷ്മളതയുടെ വൈകാരിക നിമിഷങ്ങളിൽ എൻ്റെ കരളേ എന്ന് വിളിക്കുന്നതിന് സമാനമായി ശർക്കരയുടെ വാമൊഴിയായ ചക്കരേ എന്ന് വിളിക്കാറുണ്ട്. പ്രായവ്യത്യാസമോ മനുഷ്യേതര ജീവിവർഗമെന്ന വ്യത്യാസമോ കൂടാതെ സംബോധന ചെയ്യുന്ന അത്രയേറെ ജനപ്രിയമാർന്ന വിളിപ്പേരാണ് ചക്കര. ഹിതമായ സ്നേഹോഷ്മളമായ വാക്കിന് ചക്കരവാക്ക് എന്നും പറഞ്ഞു പോരുന്നു. സംഭാഷണം കൊണ്ട് ആരെയും മയക്കുകയും നേരെ മറിച്ച് പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ, അഥവാ വാക്ക് മധുരമായും പ്രവൃത്തി മറിച്ചും ഇരിക്കുന്നവരെ സൂചിപ്പിക്കാൻ ചക്കരവായൻ എന്ന് വിളിക്കാറുണ്ട്. ഇതിന് എതിർലിംഗ പദമില്ലാത്തതിനാൽ സ്ത്രീ കേന്ദ്രിത സംഭാഷണ മേഖലയിൽ നിന്നാണ് ഈ പദത്തിന്റെ വരവ് എന്ന് ഊഹിക്കാം. അനുഭവയോഗ്യമായ വസ്തുക്കളോട് ഇടപെട്ടാൽ കുറച്ചെങ്കിലും അനുഭവിക്കാതിരിക്കില്ല എന്ന ആശയത്തെ സ്ഫുരിപ്പിക്കാൻ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാതിരിക്കുമോ എന്ന് പ്രയോഗമുണ്ട്. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നതിന് സമാനമായി ശർക്കര എന്നെഴുതി നക്കിയാൽ മധുരിക്കില്ല എന്നും പറയാറുണ്ട്. ആഹാ, ഇത്രയും നേരവും അടയും ചക്കരയും പോലിരുന്നവർക്ക് ഇതെന്തു പറ്റി എന്ന് സാധാരണയായി സംസാരത്തിൽ കടന്നു വരാറുണ്ട്. എല്ലായ്പ്പോഴും വളരെ ഇഷ്ടത്തോടെ തന്നെ ഇരിക്കുന്നവർ പരസ്പരം പോരടിക്കാൻ മുതിരുമ്പോഴാണ് ഇത്തരം പരാമർശം ഉണ്ടാവുക. ഒന്നാകെ മാധുര്യമുള്ളതിന് മധുര കൂടുതൽ എവിടെ, മധുരക്കുറവെവിടെ എന്നൊന്നും വേർതിരിച്ച് പറയാനാകില്ല. എന്നതുപോലെ തന്നെ ഏതൊരു സന്ദർഭത്തിലും സാഹചര്യത്തിലും അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റമില്ലാത്തവരെ വിശേഷിപ്പിക്കാൻ ചക്കരയ്ക്കുണ്ടോ അകവും പുറവും എന്ന ഭാഷയിൽ പ്രയോഗമുണ്ട്. കൊമ്പനായ നീലാണ്ടനാനയ്ക്ക് ശർക്കരയും പഴവും കൊടുക്കുകയും അത് കണ്ട് വെള്ളമൂറി നിൽക്കുന്ന പാറക്കുട്ടി എന്ന പിടിയാനയുടെ പള്ളക്കെട്ട് മൺകട്ട കൊണ്ട് കുത്തും കൊടുക്കുന്ന സ്ത്രീ വിരുദ്ധനെ ആനവാരിയും പൊൻകുരിശും എന്ന നോവലിൽ ബഷീർ ആവിഷ്കരിക്കുന്നുണ്ട്. ഭാഷയിലെ പ്രണയബന്ധം ചക്കരയ്ക്ക് മാത്രമല്ല പഞ്ചാരയ്ക്കുമുണ്ട്. പഞ്ചസാരയുടെ ചുരുക്കരൂപമായ പഞ്ചാരേ എന്നാണ് പ്രയോഗിക്കാറുള്ളത്. അധികം ആസ്വാദ്യയോഗ്യമായതിന് പഞ്ചാരഗുളം എന്നും പറയാറുണ്ട്. പഞ്ചാരയടി പ്രണയത്തിന്റെ ആരംഭവുമാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.